ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏലീശ പ്രവാചകനെക്കുറിച്ച് പറയുന്ന പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനം. ഏലീശ പ്രവാചകനുമായി ബന്ധപ്പെട്ടൊരു വലിയ ഒരു സംഭവം ആ ഒരു വചനത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഏലീശ പ്രവാചകൻ്റെ ദാസൻ ഒരിക്കലൊരു പ്രമാദത്തിൽ തൻ്റെ കൂടാരത്തിൽ നിന്ന് പുറത്തോട്ട് വന്നപ്പോൾ ശത്രു സൈന്യം ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഈ ഏലീശ പ്രവാചകൻ്റെ കൂടാരത്തിന് ചുറ്റും നിൽക്കുകയാണ്. ഭയന്നു വിറച്ച ദാസൻ ഏലീശ പ്രവാചകനോട് ചെന്നിട്ട് പറയുന്നുണ്ട്, ഗുരു, നമ്മളെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് ഇതാ ശത്രു സൈന്യം പുറത്തു നിൽക്കുന്നു. ഏലീശ പ്രവാചകനിൽ ഒരു പരിഭവവും കൂടാതെ അദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് ചുറ്റും നിൽക്കുന്ന ശത്രു സൈന്യത്തെ നോക്കിക്കൊണ്ട് ദാസൻ പേടിച്ച് നിൽക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഏലീശ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഈ ദാസൻ്റെ കണ്ണ് തുറക്കണമേ. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ ഏലീശ പ്രവാചകൻ്റെ ദാസ് കാണുന്നൊരു കാഴ്ച, ആകാശത്തിൽ മല ആഗ്നേയരഥങ്ങളും കുതിരകളും അടങ്ങുന്ന വലിയ സൈന്യം ഈ ഏലീശ പ്രവാചകന് ചുറ്റും സംരക്ഷണം ഒരുക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഈ ദാസൻ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയുന്നവർക്ക് ദൈവം ഒരു സംരക്ഷണം ഒരുക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ഒരു സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ഈ ലോകത്തിൽ സുരക്ഷിതമായ മേഖലയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. സമ്പത്ത് കൊണ്ട് സുരക്ഷിതത്വം നമ്മൾ നോക്കുന്നുണ്ട്, LIC എടുക്കുന്നുണ്ട്, പല രീതിയിലുള്ള ഡിപ്പോസിറ്റുകളും ചെയ്ത് സുരക്ഷിതത്വം അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ പ്രാർത്ഥിക്കുന്നവർക്ക് ചുറ്റും ദൈവം വലിയൊരു കോട്ട കെട്ടുന്നുണ്ട്. ദൈവത്തിൻ്റെ അദൃശ്യമായ ആ സംരക്ഷണം കാണാൻ നമ്മുടെ ഉൾനയനങ്ങൾ തുറക്കപ്പെടണം. ഏലീശ ഒറ്റ പ്രാർത്ഥന മാത്രമേ നടത്തിയിട്ടുള്ളൂ, ദൈവമേ, ഈ ദാസൻ്റെ കണ്ണ് തുറക്കണമേ. പ്രിയപ്പെട്ടവരെ, ആ കണ്ണ് തുറന്നപ്പോൾ ദൈവം ഒരുക്കിയ സംരക്ഷണം ഈ ദാസൻ കാണുകയാണ്. നമുക്ക് ചുറ്റും ഇതുപോലെ ദൈവം വലിയൊരു സംരക്ഷണം നൽകുന്നുണ്ട്. യാത്രയിലായിരിക്കുമ്പോൾ, ജോലിയിലായിരിക്കുമ്പോൾ ഈ സംരക്ഷണം നമുക്ക് ചുറ്റുമുണ്ട്. ആയതുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം, കർത്താവേ, നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന സുരക്ഷിതത്വം ഈ ലോകത്തിൽ ഒരിടത്ത് പോയാലും കിട്ടത്തില്ലെന്നൊരു ബോധ്യത്തോടുകൂടെ ഒരു വ്യക്തി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിക്ക് ദൈവം വലിയ സംരക്ഷണം കൊടുക്കും. അതുകൊണ്ട് കർത്താവിനെ തേടുകയും കർത്താവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിട്ട് തീരുവാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർവശക്തനായ ദൈവം തമ്പുരാൻ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.